കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കഷ്ടിച്ച് 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇക്കുറിയും ഭരണം പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം അധോഗതിയാണ്. അല്പമൊന്ന് പ്രതിച്ഛായമങ്ങിയ എൽ.ഡി.എഫിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ്. മറിച്ച് ഭരണം നിലനിർത്താൻ എൽ.ഡി.എഫ് ആകട്ടെ സകല വഴികളും പയറ്റുന്നുണ്ട്. അതിനിടെയാണ് എൽ.ഡി.എഫിൽ നിന്നും യു.ഡി.എഫിലേക്ക് മാറണമെന്ന ആവശ്യം കേരള കോൺഗ്രസിൽ അണികൾക്കും നേതാക്കൾക്കുമിടയിൽ ചർച്ച ഉടലെടുത്തിരിക്കുന്നത്. ഇത് മുതലാക്കാനുള്ള പ്ലാനുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ അടർത്തിയെടുക്കാൻ ലീഗിനെ കോൺഗ്രസ് രംഗത്തിറക്കുമെന്നാണ് സൂചന. മുനമ്പം ഭൂമി പ്രശ്നം, വനനിയമ ഭേദഗതി ബിൽ എന്നിവയിൽ സഭകൾ സർക്കാരിന് എതിരായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മുന്നണി മാറ്റമെന്ന ആവശ്യം കേരള കോൺഗ്രസിനുള്ളിൽ ഉയർന്നത്. പാല, കടത്തുരുത്തി മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിന് കൈമാറാതെ പകരം ഉറപ്പുള്ള മണ്ഡലങ്ങളാണ് ലീഗുമായുള്ള ചർച്ചയിൽ ഉയർന്നത്. യു.ഡി.എഫിന്റെ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാമെന്ന വാഗ്ദാനവും കേരള കോൺഗ്രസിന് മുന്നിലുണ്ട്. എന്നാൽ ചീഫ് വി.എൻ. ജയരാജ്, മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ എം.എൽ.എ എന്നിവർ ഇടതുമുന്നണി വിടുന്നതിനോട് അനുകൂലിക്കുന്നില്ല. ഇതും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി സാമുദായിക നേതാക്കളുമായി യു.ഡി.എഫ് ബന്ധം തിരികെ പിടിച്ചിട്ടുണ്ട്. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എൻ.എസ്.എസ്. രമേശ് ചെന്നിത്തലയെ എത്തിച്ചിരുന്നു. ക്രൈസ്തവ സഭാ പരിപാടികളിൽ പ്രാസംഗികനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും സഭാ നേതൃത്വം ക്ഷണിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസിനെയും യു.ഡി.എഫിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നത്. എന്നാൽ യു.ഡി.എഫിലേക്കുള്ള തിരിച്ചുപോക്ക് കഴിയില്ലെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ.ഡി.എഫിന്റെ അവിഭാജ്യ ഘടകമാണ്. മതമേലധ്യക്ഷന്മാർ മുന്നണി പ്രവേശത്തിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. റബ്ബർ വിലസ്ഥിരത ഫണ്ടും കാരുണ്യ പദ്ധതിയും ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ അട്ടിമറിക്കപ്പെട്ടതിൽ കേരള കോൺഗ്രസ് എമ്മിൽ അതൃപ്തി പുകയുമ്പോഴാണ് യു.ഡി.എഫിൽ നിന്നുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. വിലസ്ഥിരതാ ഫണ്ട് പദ്ധതി നടപ്പിലാക്കിയാൽ റബ്ബർ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ സംസ്ഥാന സർക്കാർ തുടരുന്ന അലംഭാവത്തിൽ അതൃപ്തരാണ് കേരള കോൺഗ്രസ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചൂടറിഞ്ഞ കേരള കോൺഗ്രസ് എം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണികളെയും പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ നന്നായി ബുദ്ധിമുട്ടും. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കൂടെ ഇടപെടലിലാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥതയിൽ പലവട്ടം അനൗദ്യോഗിക ചർച്ചകൾ നടന്നതായി കേരള കോൺഗ്രസ് എം വൃത്തങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അറ്റ കൈക്ക് ജോസ് കെ മാണിയെ മലബാറിൽ നിർത്തി ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾക്കും ചരടുവലി നടന്നതായി സൂചനയുണ്ട്. പാലാ സീറ്റിൽ ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിന് ജോസ് കെ മാണി തയ്യാറല്ലെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ വേണമെന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുനിന്ന മാണി സി കാപ്പനെ തള്ളാൻ യു.ഡി.എഫിന് താൽപ്പര്യവുമില്ല. പാലായിൽ തട്ടി പലതവണ ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞെങ്കിലും ചർച്ചകൾ ഉപേക്ഷിച്ചിട്ടില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണി മാറുന്നത് പതിവാക്കിയാൽ അത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ഉയർന്നതോടെ കരുതലോടെയാണ് ഓരോ ചുവടും.